ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിന് തന്നെ ഒരു പാൻ വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ കടുക് ഇട്ട് നന്നായിട്ട് പൊട്ടിയ ശേഷം 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ചെറുള്ളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കരിവേപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് എടുക്കുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കി വെച്ച കാന്താരി ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. 1 ടീസ്പൂൺ മുളകും പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുളകിൻ്റെ പച്ചമണം മറിഞ്ഞ ശേഷം വെണ്ടക്ക എരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ്, അത് എത്ര വേണ്ടി വെച്ചാൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പി.